എന്താണ് നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു കോസ്റ്റ്യൂമിന്റെ ഈ ഒരു ഇതിന്റെ ഒരു ആഗമനത്തിന്റെ ഉദ്ദേശം? എന്താണ് ഈ കോലത്തിൽ എന്നാണ് എനിക്ക് അങ്ങനെ ആക്ച്വലി ബിബിൻ ചേട്ടനോട് അങ്ങനെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അല്ല നിങ്ങളുടെ അവിടെ തെരുവ് നായ ശല്യം ഭയങ്കര അറിഞ്ഞാൻ പറഞ്ഞാൽ കീറിഞ്ഞ എന്റെ ഈ വാച്ച എന്റെ ഈ മോൾ പാടേ എവരിത്തിങ് നോക്കാം. സൂപ്പറാണ്. പൊളിയായിരുന്നു, പൊളി അടിപൊളിയാ, തീരെ പകർത്ത് കളഞ്ഞു. ഇതിനെപ്പറ്റി എന്താ പറയുന്നത്? ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഞാൻ ആദ്യം ഇച്ചിരി ഇടിവിട്ട് കളർ എല്ലാം ഇട്ടോണ്ട് വന്നു. ഇപ്പൊ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. അമേരിക്കയിലായിരുന്നു. അമേരിക്ക ഞങ്ങൾ UK. ഗംഭീരായിട്ടുണ്ട്, സീരിയസ് ആയിട്ട് നല്ല നല്ല ലുക്ക് ആയിട്ട് രണ്ടുപേരും നന്നായിട്ടുണ്ട്. ആ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് തന്നെയാ പോകുന്നത്. ട്രെൻഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡ്രസ്സ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് റീൽസ്. റീൽസ് ഒക്കെ ചെയ്യാറുള്ളതല്ലേ? റീൽസ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ കാണാറുണ്ടല്ലോ. ഞാൻ കാണാം, റീൽസ് കാണാറുണ്ട്. ആണോ? ബിബിൻ ചേട്ടന് റീൽസില് നമ്മുടെ ഇലുമിനാന്റി ഒക്കെ വൻ ലെവലില് കയറി. അത്യാവശ്യം നന്നായി പോയി. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് എന്ന് പറയുന്നത് ഏറ്റവും സാധനം എന്ന് പറയുന്നത് ഒരു തൂണ്, അതിന്റെ അപ്പുറം അപ്പുറം രംഗണ്ണൻ. തൂണ് റെഡി. ശരി. ഹലോ, ഫസ്റ്റ് പുറകിൽ ഞാൻ നിൽക്കും. അതിനുവേണ്ടി എളുപ്പമല്ലേ? അയ്യോ, മനസ്സിലാവും. അപ്പൊ തൂണ് റെഡിയാണ്. മ്യൂസിക് ഇടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഓരോരുത്തരായിട്ട് ബാക്കിൽ നിന്ന് എന്നെ അവസ്ഥ. ഒരു കാര്യം പറയാം, നിങ്ങൾ 3 പേരും സെപ്പറേറ്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാം. ജഡ്ജ് ചെയ്യുന്നത് പ്രേക്ഷകരായിരിക്കും. റെഡിയാണോ? പകർച്ചയുടെ റെഡിയാണോ? റെഡി. തൂണ് റെഡി, മ്യൂസിക്. വരുന്നുണ്ടോ? ഇന്ന് അടുക്ക് വന്നിട്ടുള്ള ആക്ഷൻ എന്തിനായിരുന്നു എനിക്ക് മനസ്സിലായി. രക്ഷപ്പെട്ടല്ലോ എന്നുള്ള. ഓക്കെ, പകർച്ചേട്ടൻ എന്താണ് ചെയ്തത്? തൂണിന് പറഞ്ഞു തരും. ഞാൻ 2 സൈഡും ചിരി തന്നെയാണ് ഇട്ടത്. 2 സൈഡും ചിരിയാണ്. ദേഷ്യപ്പെടാൻ 2 പേരും ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഞാനൊരു വെറൈറ്റി പിടിച്ച് നോക്കിയത്, പക്ഷെ പൊളിഞ്ഞ് നാശമായി. ഇപ്പൊ കറക്റ്റ്. ശരി, അടുത്തത് ആരാണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? പ്രചോദനം ചെയ്യുന്നു ബിബിൻ ചേട്ടൻ. പ്രചോദനം. മ്യൂസിക്. തൂണിനെ പിടിച്ചോ? അർത്ഥം വെച്ചാണോ ചെയ്തേന്ന് എനിക്കൊരു ഡൗട്ട്. കാണാപ്പാടം 2 ദിവസം റിഹേഴ്സൽ എടുത്ത് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. എനിക്ക് എന്താ പ്രശ്നം പറ്റിപ്പോയെന്നറിയോ? എന്റെ തൂണ് കുറച്ച് വലുതായി. നമ്മുടെ ആ ഇതിലുള്ള തൂണായിരുന്നെ കറക്റ്റ് ഇങ്ങനെ വന്നേനെ. അടുത്തതായിട്ട് തൂണും ചാരിയാതാ നമ്മുടെ ബിബിൻ ജോർജ് എത്തിയിരിക്കുകയാണ്. റെഡിയാണോ? മ്യൂസിക്. മതില് പക്ഷെ പിടിച്ചു നിന്നു കേട്ടോ. മതില് പാടാ. മതിലൊരു 1.5 മതില. അല്ല, ഇത് കറക്റ്റ് ആയിട്ടാണോ പോയെ? ബിക്കോസ് ഇത് ഞാൻ കാണുന്നില്ല, എന്റെ പ്രേക്ഷകർ കാണുന്നുള്ളൂ. കുറച്ച് നീ കൈ നിട്ടത് അലമ്പായി. ചേട്ടന്റെ പോലെ തന്നെ നശിഞ്ഞു പോയി. എലീന ഒന്ന് ചെയ്യേണ്ടത് അല്ലേ? ഞാൻ ഞാൻ തൂണാണല്ലോ. തൂണിന് ഞങ്ങൾ ആരെങ്കിലും തൂണ് നിൽക്കാം. ഞങ്ങൾ എനിക്കത് വലിയ പരിചയമില്ല. പരിചയപ്പെടുന്നേ. പ്രചോദനം അടിപൊളി. ഇതാണ്. നിങ്ങള് 3 പേരിൽ ആരാണെന്നുള്ളതാണ് എന്റെ. ഞാൻ ഇതിനകത്തില്ല. കാരണം എന്റെ തൂണ് വലിയ പ്രശ്നമാണ്. അല്ല ശരി, അങ്ങനെയല്ല. എന്നാലും ഇതിനൊരു വിന്നർ വേണമല്ലോ. ആരായിരിക്കും ഇതിലെ വിന്നർ? നിങ്ങൾ പറഞ്ഞോ. മത്സരം ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു തേർഡ് എംപയർ ഉണ്ടല്ലോ അവിടെ. നമ്മള് നേരെ എന്നിട്ട് എന്റെ എൻഇയറിൽ പറയും. ഞാനാണ് അനൗൺസ് ചെയ്യുന്നത് ആരാ. ശരി, ഓക്കെ. ആരാണെന്നുള്ളത് ഡയറക്ടർ അനുജ് ഭായ്, അങ്ങയുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഇപ്പൊ കണ്ട ഈ ഒരു റീലിൽ? ആദ്യം ഒരു ജാമ്യം ഇടുക. പ്രചോദേട്ടൻ കുറെ നാൾക്ക് ശേഷം വന്നാണ്, അതുകൊണ്ട് പ്രചോദേട്ടന്റെ പേര് പറഞ്ഞോളൂ. എനിക്കത് തന്നെയാണ് പ്രചോദേട്ടനെ പറയുന്നതാണ്.
തേർഡ് എംപയറിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഉം. ഇതിലെ വിന്നർ പ്രചോദ് ഔട്ട്. പ്രചോദ് ഔട്ടായി. അപ്പൊ ഞാൻ ദേ അപ്പോൾ ഇനിയുള്ള അടുത്ത ആളെന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മളുടെ പ്രിയങ്കരനായ ബിബിൻ ജോർജ്. സൂപ്പർ ബിബിൻ ചേട്ടൻ കുറെ അദ്ദേഹവും ഔട്ടായിരിക്കുകയാണ്. തീരെ കൊള്ളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിലെ വിന്നർ മറ്റാരുമല്ല, എലീന. അതെ അതെ, എലീന. ഇത് ഞാൻ സമ്മതിക്കില്ല.